RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുമ്പ് ജഡ്ജിമാരെ ഒഴിപ്പിക്കുക. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം എത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശം എത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം എത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശമെത്തിയത്. നിങ്ങളുടെ കോടതി സമുച്ചയത്തിൽ 3 RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് മുൻപ് ഉച്ചയ്ക്ക് 1:15 മുൻപായി ജഡ്ജിമാരെ ഒഴിപ്പിക്കുക എന്നതായിരുന്നു സന്ദേശം. ഭീഷണി സന്ദേശത്തെ തുടർന്ന് കോടതി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സന്ദേശം തമിഴ്നാട്ടിൽ നിന്നുമാണ് അയച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിക്രം രാജഗുരു എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നുമാണ് സന്ദേശം അയച്ചത്. സന്ദേശത്തിൽ 3 RDX IEDകൾ കോടതി കെട്ടിടത്തിൽ സ്ഥാപിച്ചതായും ഉച്ചയ്ക്ക് 1:15 ജഡ്ജിമാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കണമെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. RDX ധരിച്ച 2 പേർ കോടതി പരിസരത്ത് എത്തുമെന്നും സ്ഫോടനമുണ്ടാകുമെന്നുമുള്ള ഭീഷണിയും ഇമെയിലിലുണ്ട്. തമിഴ്നാട് പോലീസിനെയും ചില രാഷ്ട്രീയ സംഘടനകളെയും പരാമർശിക്കുന്ന നീണ്ട സന്ദേശമാണ് ഇമെയിലിൽ ഉള്ളത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ഭീഷണി സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കോടതി ജീവനക്കാരെയും കേസുകൾക്കായി എത്തിയ കക്ഷികളെയും അഭിഭാഷകരെയും ഉൾപ്പെടെ എല്ലാവരെയും കോടതി പരിസരത്തു നിന്നും ഒഴിപ്പിച്ചു. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്ന് വിശദമായ പരിശോധന നടത്തി. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ നടപടികൾ കൈക്കൊണ്ടത്. പരിശോധനയിൽ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി. 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം 12:30 കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് എല്ലാവരെയും കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിച്ചത്. വക്കീലന്മാർ അതുപോലെ കക്ഷികളൊക്കെ 11 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കോടതിയിലെത്തിയിരുന്നു. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. അപ്പോൾ 11:15 വരെ 1:15 വരെ ഭീഷണിയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മെയിലാണ് വന്നത്. കോർട്ടിലെ ഔദ്യോഗിക മെയിലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പം തന്നെ ഒരു 11:05 ആകുന്ന സമയത്ത് അഭിഭാഷകരെയും കോടതിയിൽ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് ഇറക്കി. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂമിൽ കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലയെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം അഭിഭാഷകരെയും അതുപോലെ കോടതി സ്റ്റാഫിൻ്റെ ജുഡീഷ്യൽ ഓഫീസർമാരൊക്കെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണിക്ക് സിറ്റിംഗ് തുടങ്ങുമെന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കോടതി പറഞ്ഞ സമയത്ത് അകത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സാധാരണഗതിയിൽ കാസർഗോഡ് കോടതിയിൽ ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം UAP കേസൊന്നും ഇപ്പോൾ ഇവിടെ ട്രയലിൽ വരുന്നില്ല. അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിലാരും ഇവിടെ പ്രതികളായി ഇല്ലയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഭീഷണി കോടതിക്ക് വരാൻ കാരണം എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. വിശദമായ അന്വേഷണത്തിൽ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാവും. അതൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. മെയിലല്ല, വാട്സപ്പിൽ വക്കീലന്മാരെ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല. എന്തിനാണെന്ന് കൃത്യതയില്ല. അപ്പോൾ ഇടുക്കിയിലും ഇതുപോലെ ഭീഷണി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ, മഞ്ചേരിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ ടാർഗറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വ്യാജ സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സൈബർ പോലീസിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.